ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ്. മനസ്സമാധാനം അഥവാ ശാന്തത. ഏത് സാഹചര്യത്തിലും ശാന്തത നിലനിർത്തുന്നത് എങ്ങനെ? അതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ എപ്പോഴെങ്കിലും തിരക്കിട്ട ഒരു ദിവസത്തിന് ശേഷം ഒരല്പം ശാന്തമായിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ശാന്തമായിട്ട് അതിനെ നേരിടാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യ സ്ഥലം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു ദ്വീപ് പോലെ. അവിടെ എത്തിയാൽ ഏത് വലിയ പ്രശ്നവും ഒരു കാറ്റിൽ പറക്കുന്ന ഇല പോലെ ചെറുതായിട്ട് തോന്നും. അതാണ് നമ്മുടെ ശാന്തതയുടെ ഉറവിടം. അവിടെ നമുക്ക് സമാധാനവും ശക്തിയും കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനുള്ള കഴിവും കിട്ടും. ഈ ശാന്തത വെറുതെ ഇരുന്നാൽ കിട്ടുന്ന ഒന്നല്ല കേട്ടോ. ജീവിതത്തിൽ പല വെല്ലുവിളികളും നമുക്കുണ്ടാകാം. പക്ഷേ ഈ സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, പേടി തോന്നും. പക്ഷേ അപ്പോഴൊക്കെ ശാന്തമായിരിക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കണം. അതൊരു ആക്റ്റീവ് ചോയ്സാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ശാന്തത എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ സോഫയിൽ കിടന്ന് റിലാക്സ് ചെയ്യുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ശാന്തത എന്നതൊരു സജീവമായ തീരുമാനമാണ്. ജീവിതം നിങ്ങളുടെ മുന്നിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവന്നാലും ഹേയ്, ഞാൻ ഇതിനെ ശാന്തമായി നേരിടും എന്ന് തീരുമാനിക്കുക. അതാണ് ശാന്തത. ഇനി ഈ ശാന്തതയുടെ കിണറ്റിലേക്ക് എങ്ങനെ എത്തി നോക്കാം എന്ന് നോക്കിയാലോ? അതിനാദ്യമായിട്ട് നമ്മൾ നമ്മുടെ ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നമ്മുടെ മനസ്സ് ചില സമയത്ത് കാട് കയറിയ കുതിരയെ പോലെ ഓടും. പലതും ഓർത്ത് നമ്മൾ വിഷമിക്കും, പേടിക്കും. പക്ഷേ ആ കുതിരകളെ നമുക്ക് കടിഞ്ഞാണിടാൻ പറ്റും. അവരുടെ ഈ ഒരു അസ്വസ്ഥമായ ഓട്ടത്തിന് ഒരു കടിഞ്ഞാണിട്ട് പതിയെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെറിയ എഫേർട്ട് എടുത്താൽ മതി. നമ്മുടെ മനസ്സിനെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് പതിയെ തിരിച്ചുവിടാൻ പറ്റും. ഓർമ്മയുണ്ടല്ലോ, ആകാശത്തിലെ മേഘങ്ങൾ പോലെയാണ് നമ്മുടെ ഓരോ ഫീലിങ്സും. അത് വരും പോകും. ചിലപ്പോൾ നല്ല സന്തോഷം തോന്നും, ചിലപ്പോൾ ദുഃഖം വരും, ദേഷ്യം വരും. പക്ഷേ ഇതൊന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ശ്വാസം ഒരു രക്ഷകനായിട്ട് വരുന്നത്. ശ്വാസം എടുക്കുന്നതും പുറത്തു വിടുന്നതും ഒരു താളം പോലെയാണ്. ഈ താളം നമ്മുടെ ശാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നല്ല കൂട്ടുകാരനാണ്. നമ്മൾ ശ്രദ്ധയോടെ ശ്വാസം എടുക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളുമായിട്ട് കണക്റ്റ് ആവുകയാണ്. നമ്മുടെ ഈ ഓരോ ശ്വാസവും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതറിയാമോ നിങ്ങൾക്ക്? നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ ലോകത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, സുരക്ഷിതമാണെങ്കിൽ മാത്രം. എന്നിട്ട് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക. സാവധാനം. നിങ്ങളുടെ വയറും നെഞ്ചും നിറയുന്നത് പോലെ ശ്വാസമെടുക്കുക. എന്നിട്ട് പതുക്കെ എല്ലാ പിരിമുറുക്കവും വിഷമവും പുറത്തേക്ക് വിട്ടുകളയൂ. നിങ്ങളുടെ നെഞ്ച് പതിയെ ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കൂ. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിലൂടെ ജീവശക്തി ഒഴുകുന്നത് അനുഭവിക്കൂ. ശാന്തത നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് സങ്കല്പിക്കൂ. അത് നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും പടർന്ന് നിങ്ങൾക്ക് ഒരു നല്ല അനുഭവം നൽകും. നമ്മുടെ ജീവിതം ഒരുപോലെ ആയിരിക്കത്തില്ല. അതിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാകും, വിജയവും പരാജയവും ഉണ്ടാകും. ഈ സമയമൊക്കെ നമ്മളെ താങ്ങി നിർത്തുന്നത് നമ്മുടെ പ്രതിരോധശേഷിയാണ്. ഈ പ്രതിരോധശേഷി എന്നാൽ എന്തെങ്കിലും മോശം സംഭവിച്ചാൽ അതിൽ നിന്നും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കഴിവാണ്.
ഈ പ്രതിരോധശേഷി ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. നമ്മുടെ ചിന്തകളെ ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയും വെല്ലുവിളികളെ വളരാനുള്ള അവസരങ്ങളായി കാണുകയും ചെയ്യുമ്പോഴാണ് ഇത് വളരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം അതൊരു മാറ്റത്തിനുള്ള സമയമായി കാണാൻ ശ്രമിക്കണം. ഈ ബുദ്ധിമുട്ടുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരും. ഏറ്റവും കഷ്ടപ്പെട്ട സമയത്തും നമുക്ക് ശാന്തമായിട്ട് കാര്യങ്ങളെ നേരിടാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനോ പേടി തോന്നാനോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു ചെറിയ നിമിഷത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഒരല്പം ആ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യുക. അതായത് ആ ഒരു നിമിഷം ഒന്ന് നിൽക്കുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു നിമിഷമില്ലേ, നമ്മൾ ആ പോസ് ചെയ്ത ആ നിമിഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണമെന്ന് ബോധത്തോടെ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയും. ഈ ഒരു മൈൻഡ്ഫുൾ പോസിൻ്റെ കല നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ കുടുങ്ങിപ്പോകത്തില്ല. പ്രതികരിക്കുന്നതിന് പകരം, അതായത് പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം കാര്യങ്ങൾ ആലോചിച്ച് മറുപടി പറയാനുള്ള സമയം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയും വ്യക്തതയോടെയും നല്ല ഉദ്ദേശത്തോടെയും ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹത്തോടെയും ദയയോടെയുമുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റും ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിലെ ശാന്തതയെയും മറ്റുള്ളവരുടെ ശാന്തതയെയും സഹായിക്കും. നമുക്ക് ദേഷ്യം വരുമ്പോഴോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് പകരം സൗഖ്യം നൽകുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക. കാരണം ആ വാക്കുകൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിയും. സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു തഴുകൽ പോലെ അനുഭവപ്പെടട്ടെ. അവരുടെ വിഷമങ്ങളെ കുറയ്ക്കാനും പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചം നൽകാനും കഴിയട്ടെ. സ്നേഹത്തോടെ സംസാരിക്കുന്നതിലൂടെ നമ്മൾ ഈ ലോകത്തെ മാത്രമല്ല മാറ്റുന്നത്, നമ്മുടെ ഉള്ളിലും ഒരു ഉറച്ച ശാന്തത വളർത്തുകയാണ്. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത് എവിടാന്നറിയാവോ? എല്ലാം നമ്മുടെ കൺട്രോളിൽ വെക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. യഥാർത്ഥ ശാന്തത എവിടെയാണെന്നറിയാമോ? എല്ലാം നമ്മുടെ കൺട്രോളിൽ വെക്കണമെന്നുള്ള ആഗ്രഹം നമ്മൾ വിട്ടുകളയുമ്പോഴാണ് അത് വരുന്നത്. ജീവിതം ഇങ്ങനെ ഒഴുകി മുന്നോട്ട് പോവുകയാണ്. അതിനനുസരിച്ച് നമ്മളും ഒഴുകാൻ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു ഫ്ലോയെക്കുറിച്ച് മുമ്പുള്ള വീഡിയോയിൽ? ഒരു നദി ഒഴുകിപ്പോകുമ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? വെള്ളം കെട്ടി നിൽക്കും, ചിലപ്പോൾ വഴി മാറി ഒഴുകും. അതുപോലെയാണ് ജീവിതവും. മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കാതെ അതിനനുസരിച്ച് മാറാൻ നമ്മൾ പഠിക്കണം. അപ്രതീക്ഷിതമായ കാര്യങ്ങളിലും സൗന്ദര്യം കണ്ടെത്താൻ നമുക്ക് കഴിയണം. എല്ലാം നമ്മുടെ കൺട്രോളിൽ വെക്കണം എന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് ജീവിതത്തിൻ്റെ ഒഴുക്കിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ ഒരു വലിയ സമാധാനവും ശാന്തതയും നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളെപ്പോഴും തിരക്കിലും ബഹളത്തിലും ആയിരിക്കും അല്ലേ? പക്ഷേ ഈ തിരക്കിനിടയിലും ഒരല്പസമയം നമുക്ക് വേണ്ടി കണ്ടെത്തണം. നിശബ്ദമായിരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. ആ നിശബ്ദതയിലാണ് നമ്മുടെ ആത്മാവിന് നറിഷ്മെന്റ് കിട്ടുന്നത്, നമ്മുടെ ഇന്നർ എനർജി വീണ്ടും നിറയുന്നത്. പ്രകൃതിയുടെ മനോഹരമായ സംഗീതം കേൾക്കുക, സൂര്യരശ്മിയുടെ ഇളം ചൂടിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക. പുറം ലോകത്തിൻ്റെ ബഹളത്തിൽ നിന്ന് ഒരല്പം മാറി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. ഒരു നല്ല പുസ്തകം വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചെയ്യുക.
അല്ലെങ്കിൽ രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക. ഈ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സിന് ഒരു വിശ്രമം കിട്ടും. അത് നിങ്ങളുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും ശാന്തമായി ഇരിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓർക്കുക, ചില ദിവസങ്ങളിൽ വലിയ കൊടുങ്കാറ്റുകൾ വരും. നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയെ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ഏറ്റവും വലിയ തിരമാലകൾ പോലും ഒടുവിൽ അടങ്ങും. സൂര്യൻ്റെ വെളിച്ചം മേഘങ്ങൾക്കിടയിലൂടെ വീണ്ടും വരും. ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനും കൂടുതൽ ശക്തരായി തിരിച്ചു വരാനും നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക. കാരണം ഈ ബുദ്ധിമുട്ടുകളുടെ തീവ്രതയിലാണ് ശാന്തമായി ഇരിക്കുന്നതിൻ്റെ കല നമ്മൾ പഠിച്ചെടുക്കുന്നത്. ശാന്തമായിരിക്കുക എന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയുടെ തെളിവാണ്. നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ശാന്തതയെ ഉണർത്താനും ജീവിതത്തിലെ വെല്ലുവിളികളോട് ശ്രദ്ധയോടെ പ്രതികരിക്കാനും നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒരു യാത്രയാണിത്. ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വീണ്ടും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്